നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കുറേ പേരായിട്ട് 2-3 ദിവസമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് LD ക്ലർക്ക് 2003 ചോദ്യപേപ്പർ ഒന്ന് വർക്കൗട്ട് ചെയ്യാമോ എന്ന്. അപ്പോൾ 2003 LD ക്ലർക്ക് PSC 14 ജില്ലയായിട്ട് 14 പരീക്ഷകളാണ് നടത്തിയത്. അപ്പോൾ 14 ചോദ്യപേപ്പറും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് തിരുവനന്തപുരം ജില്ല തൊട്ട് നോക്കുകയാണ്. അപ്പോൾ ഒരു വീഡിയോയിൽ മാക്സിമം ചോദ്യപേപ്പേഴ്സ് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിക്കുന്നതിന് മുൻപ് ഭരിച്ചുകൊണ്ടിരുന്ന അവസാന ഹിന്ദു രാജാവ് ആരാണ്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിക്കുന്നതിന് മുൻപ് ഭരിച്ചുകൊണ്ടിരുന്ന അവസാന ഹിന്ദു രാജാവ് ആരാണ്? പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് INCയുടെ പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി. JB കൃപലാനി. സ്വപ്ന വാസവദത്ത, ദൂതവാക്യ എന്നിവയുടെ കർത്താവ് ആര്? സ്വപ്ന വാസവദത്ത, ദൂതവാക്യ എന്നിവയുടെ കർത്താവ് ആരാണ്? ഭാസൻ. ഭാസനാണ് സ്വപ്ന വാസവദത്ത, ദൂതവാക്യ എന്നിവയുടെ കർത്താവ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? മുസ്ലിം ജനസംഖ്യയുള്ളത് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയാണ്. ആഗ്ര പട്ടണത്തിന്റെ നിർമ്മാതാവ് ആര്? ആഗ്ര പട്ടണത്തിന്റെ നിർമ്മാതാവ് ആരാണ്? സിക്കന്ദർ ലോധി. സിക്കന്ദർ ലോധി. ഇന്ത്യയിലെ ഒന്നാമത്തെ വൈസ്രോയി. ഇന്ത്യയിലെ ഒന്നാമത്തെ വൈസ്രോയ് ലോർഡ് കാനിങ്. കാനിങ് പ്രഭുവാണ് ഇന്ത്യയിലെ ഒന്നാമത്തെ വൈസ്രോയ്. ഏറ്റവും അവസാനം സ്വതന്ത്ര ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കപ്പെട്ട വിദേശ കോളനി ഏതാണ്? ഗോവ. ഏറ്റവും അവസാനം സ്വതന്ത്ര ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കപ്പെട്ട വിദേശ കോളനി ഏതാണ്? ഗോവയാണ്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് എന്തിന്റെ പരാജയത്തിന് ശേഷമായിരുന്നു? ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷന്റെ പരാജയ ശേഷമായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത്. ഇന്ത്യയും പാകിസ്ഥാനുമായി താഷ്കണ്ട് കരാർ ഒപ്പുവെച്ചത് ഏത് വർഷം? താഷ്കണ്ട് കരാർ ഒപ്പുവെച്ചത് 1966. 1966. ശ്രീ ശങ്കരനാൽ സ്ഥാപിക്കപ്പെട്ട സന്യാസി മഠം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ശ്രീ ശങ്കരനാൽ സ്ഥാപിക്കപ്പെട്ട സന്യാസി മഠം കാലടി. കാലടി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആരാണ്? ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രി. ബൈസൈക്കിൾ ആദ്യമായി ഇന്ത്യയിൽ വന്ന വർഷം? ബൈസൈക്കിൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നത് 1890. 1890. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡി. നീലം സഞ്ജീവ റെഡ്ഡിയാണ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി. ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള മഹാത്മാഗാന്ധിയുടെ പ്രവേശനം താഴെ പറയുന്നവയിൽ ഏതിൽ കൂടി ആയിരുന്നു? ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനമാണ് റൗലറ്റ് സത്യാഗ്രഹം. റൗലറ്റ് സത്യാഗ്രഹം. താജ്മഹൽ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? യമുന. യമുന നദീതീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ 14 ബാങ്കുകൾ ആദ്യമായി ദേശസാൽക്കരിച്ച വർഷം? 1969. 1969. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ദായകൻ? ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ദായകൻ. ഈ ചോദ്യം ഡിലീറ്റഡ് ആണ്. മൗലികാവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തെ അനുകരിച്ചാണ്? മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടന. അമേരിക്കൻ ഭരണഘടന. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഗവർണർ പദം അലങ്കരിക്കാമോ എന്നതാണ് ചോദ്യം. സാധിക്കും. സാധിക്കും. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. ഓക്സിജൻ ആണ്. സാധാരണ ടൂത്ത് പേസ്റ്റിൽ താഴെ പറയുന്ന ഏത് രാസപദാർത്ഥമാണ് ഉപയോഗിക്കുന്നത്? സാധാരണ ടൂത്ത് പേസ്റ്റിൽ താഴെ പറയുന്ന ഏത് രാസപദാർത്ഥമാണ് ഉപയോഗിക്കുന്നത്?
കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം. ലോക ജലദിനം എന്നാണ്? മാർച്ച് 22. മാർച്ച് 22 ലോക ജലദിനം. മാർച്ച് 22. ജാവ എന്നാൽ എന്ത്? ജാവ എന്നാൽ ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ് ജാവ. ഭൂമിയുടെ ഉള്ളിൽ, അതായത് കോറിൽ ഉള്ള ഏകദേശ ചൂട് എത്രയാണ്? കോറിലുള്ള ഏകദേശ ചൂട് 2600 ഡിഗ്രി സെൽഷ്യസ്. 2600 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇന്ത്യയുടെ വിസ്തീർണം മില്യൺ ചതുരശ്ര കിലോമീറ്ററിൽ പറഞ്ഞാൽ എത്രയാണ്? 3.28. 3.28 മില്യൺ ചതുരശ്ര കിലോമീറ്റർ. 3.28. താഴെ പറയുന്നവയിൽ ഏതാണ് റോക്ക് കോട്ടൺ എന്ന് അറിയപ്പെടുന്നത്? ആസ്ബറ്റോസ് ആണ്. ആസ്ബറ്റോസ് ആണ് റോക്ക് കോട്ടൺ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കണമെങ്കിൽ പാർലമെന്റിൽ കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ സാധിക്കും. പാർലമെന്റിലെ കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കാൻ സാധിക്കും. ഫാൻഡം, മാൻഡ്രേക്ക് എന്ന മാന്ത്രികൻ എന്നിവയുടെ സൃഷ്ടാവ്. ഫാൻഡം, മാൻഡ്രേക്ക് എന്ന മാന്ത്രികൻ എന്നിവയുടെ സൃഷ്ടാവ് ആരാണ്? ലീ ഫാർക്ക് ആണ്. ലീ ഫാർക്ക്. ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം. ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം 28 ദിവസത്തിൽ സ്വൽപ്പം കുറവ്. 28 ദിവസത്തിൽ സ്വൽപ്പം കുറവ്. അടുത്ത ചോദ്യം. BCG എടുക്കുന്നത് താഴെ പറയുന്നതിൽ ഏതിനെ പ്രതിരോധിക്കാനാണ്? BCG ട്യൂബർക്ലോസിസ്. ട്യൂബർക്ലോസിസിനെ പ്രതിരോധിക്കാനാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ബാങ്ക് ഏതാണ്? വാണിജ്യ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഒരു കിലോ വാട്ട് 1000 വാട്ട്സ് ആണ്. എന്നാൽ ഒരു മെഗാവാട്ട് എത്ര വാട്ട്സ് ആണ്? 10⁻6. 10⁻6 ആണ്. 1ഉം 6 പൂജ്യവും ഉണ്ട്. ഓക്കെ, അടുത്തത്. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠം. കുഷ്ഠമാണ് ഹാൻസൻസ് രോഗം എന്ന് അറിയപ്പെടുന്നത്. കിങ് ഓഫ് ഷാഡോസ് എന്നറിയപ്പെടുന്ന ലോക പ്രശസ്ത കലാകാരൻ ആര്? കിങ് ഓഫ് ഷാഡോസ് എന്നറിയപ്പെടുന്ന ലോക പ്രശസ്ത കലാകാരനാണ് റംബ്രാൻഡ്. റംബ്രാൻഡ്. ഫ്ലാഗുകളെ പറ്റിയുള്ള പഠനത്തിന് എന്താണ് പറയുന്നത്? വെക്സിലോളജി. വെക്സിലോളജി. ഫ്ലാഗുകളെ പറ്റിയുള്ള പഠനത്തിന് പറയുന്നത് വെക്സിലോളജി. ദൂരദർശന്റെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്താണ്? ദൂരദർശന്റെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് സത്യം ശിവം സുന്ദരം. സത്യം ശിവം സുന്ദരം എന്നാണ്. സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഗ്രഹം ഏത്? സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഗ്രഹമാണ് ഭൂമി. ഭൂമിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 70mm ഫീച്ചർ സിനിമ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ 70mm ഫീച്ചർ ഫിലിം എറൗണ്ട് ദി വേൾഡ്. എറൗണ്ട് ദി വേൾഡ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ 70mm ഫീച്ചർ ഫിലിം. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. കണിക്കൊന്നയാണ് കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? കമൽജിത്ത് സന്ധു. കമൽജിത്ത് സന്ധു. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ആരാണ്? ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത്. വെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത്. വെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ. കിഴക്കിന്റെ വെനീസ് ആലപ്പുഴ. ഏറ്റവും പഴക്കം ചെന്ന ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഏറ്റവും പഴക്കം ചെന്ന ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മട്ടാഞ്ചേരിയിലാണ്. മട്ടാഞ്ചേരി. 2002 വയലാർ അവാർഡ് ആർക്ക് ലഭിച്ചു? അപ്പോൾ ഇത് എന്നാണ് 2003 നടന്ന പരീക്ഷയായതുകൊണ്ട് 2002 വയലാർ അവാർഡാണ് ചോദിച്ചത്. അയ്യപ്പ പണിക്കർക്കാണ് 2002 വയലാർ അവാർഡ് ലഭിച്ചത്. 2020 ഏഴാഞ്ചേരി രാമചന്ദ്രൻ, 2021 ബെന്യാമിൻ. MD വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? രണ്ടാം മൂലം. ഓക്കെ. ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ലാല അമർനാഥ് ആണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. പുന്നപ്ര വയലാർ സമരം നടന്നത് ഏതു വർഷം?
1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. കേരളത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള താലൂക്ക് ഡിലീറ്റഡ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ്? ബി രാമകൃഷ്ണ റാവു. ബി രാമകൃഷ്ണ റാവു. അടുത്തത് 2001 മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ആരാണ്? 2001 മുരളിയാണ്. മുരളി. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ഐ സേ മൈ പ്രേയേഴ്സ് ഡാഷ് ഐ സ്ലീപ്പ് ബിഫോർ ഐ സ്ലീപ്പ്. ദ ഹയർ യു ക്ലൈംബ് എ ഹിമാലയൻ പീക്ക് ഡാഷ് യു ഫീൽ. ദ കോൾഡർ, ദ മോർ എന്ന് പറയുന്ന പ്രയോഗമാണ് ഇവിടെ വരുന്നത്. ദ ഹയർ യു ക്ലൈംബ് എ ഹിമാലയൻ പീക്ക് ദ കോൾഡർ യു ഫീൽ. അടുത്തത് അണ്ടർലൈൻ വേർഡിന്റെ മീനിങ്. ആദ്യത്തേത്, ദ വർക്കേഴ്സ് വെർ ഫുൾ ഓഫ് അപ്ലൗസ് ഫോർ ദ ന്യൂ പോളിസി ഓഫ് ദ മാനേജ്മെന്റ്. അപ്ലൗസിന്റെ മീനിങ് എന്താണ്? പ്രൈസ് എന്നതാണ്. പ്രൈസ്. സോനു ഈസ് ആൻ ഇൻവെർട്ടിറേറ്റ് ലയർ. ഇൻവെർട്ടിറേറ്റ് എന്നുള്ളതിന്റെ മീനിങ് എന്താണ്? ഹാബിച്വൽ. ഹാബിച്വൽ. അപ്ലൗസ്, പ്രൈസ്. ഇൻവെർട്ടിറേറ്റിന്റെ മീനിങ് എന്താ? ഹാബിച്വൽ. I watch television dash I have nothing to do. When I have nothing to do. The opposite of ascent. Ascendന്റെ opposite എന്താ? Descent. Ascendന്റെ opposite എന്താണ്? Descent. Nocturnal relates to. Nocturnal എന്ന് പറയുമ്പോഴത്തേക്കും നിശ രാത്രിയെയാണ് ഉദ്ദേശിക്കുന്നത്. നൈറ്റ് ടൈം. നൈറ്റ് ടൈം. He is the best speaker dash is available. He is the best speaker that is available. That ആണ്. I would hurry up if I dash you. Imaginary case ആണ്. If I were you, I would hurry up. Replace the underlined word with a suitable single word. One word substitution ആണ്. The doctor said that the wound on the patient's head was one that would cause death. One that would cause death. എന്താണ്? Fatal ആണ്. Fatal. Okay. അടുത്ത ചോദ്യം, വൺ വേർഡ് ഫോർ എ കളക്ഷൻ ഓഫ് ഷിപ്പ്. ഷിപ്പിന്റെ കളക്ഷൻ ഫ്ലീറ്റ്. ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് എന്നാണ് പറയുന്നത്. അടുത്തത് നിയറസ്റ്റ് ഇൻ മീനിങ് ഓഫ് ദ അണ്ടർലൈൻ വേർഡ് ആണ്. അവർ കോളേജ് ഈസ് വിത്തിൻ എ സ്റ്റോൺസ് ത്രോ ഫ്രം ഹിയർ. വിത്തിൻ എ സ്റ്റോൺസ് ത്രോ എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ് എ വെരി ഷോർട്ട് ഡിസ്റ്റൻസ്. ഒരു കൈ അകലത്തിൽ എന്നൊക്കെയുള്ള മീനിങ് ആണ്. അറ്റ് എ വെരി ഷോർട്ട് ഡിസ്റ്റൻസ്. He looked to heart the death of his sister. Look to heart എന്ന് വെച്ചാൽ എന്താ? Was deeply affected by. Was deeply affected by. Look to heart. I feel dash about what happened. I feel dash about what happened. Bad. Bad. കമ്പാരിസണോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് bad. പോസിറ്റീവ് ഡിഗ്രി തന്നെ കൊടുത്താൽ മതി. What is a person called when he is recovering from an illness? Convalescent. ആരാണ്? Convalescent. ഫ്രാട്രിസൈഡ്. ഫ്രാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? കില്ലിംഗ് ഓഫ് ബ്രദർ ഓർ സിസ്റ്റർ. കില്ലിംഗ് ഓഫ് ബ്രദർ ഓർ സിസ്റ്റർ. ബ്രദർ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സിസ്റ്റർ സൊറോറിസൈഡ് പറയാറുണ്ട്. കില്ലിംഗ് ഓഫ് ബ്രദർ ഓർ സിസ്റ്റർ ആണ് PSC ആൻസർ കൊടുത്തത്. വൂൾ ഗ്യാദറിംഗ് മീൻസ്. വൂൾ ഗ്യാദറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേ ഡ്രീമിംഗ്. വൂൾ ഗ്യാദറിംഗ് എന്ന് വെച്ചാൽ എന്താ? ഡേ ഡ്രീമിംഗ്. എപ്പിലോഗ്. എപ്പിലോഗ് എന്ന് വെച്ചാൽ എന്താ? കൺക്ലൂഡിംഗ് പാർട്ട് ഓഫ് എ ലിറ്റററി വർക്ക്. കൺക്ലൂഡിംഗ് പാർട്ട് ഓഫ് എ ലിറ്റററി വർക്കിനെയാണ് എപ്പിലോഗ് എന്ന് പറയുന്നത്. ഈ ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. ഹോർട്ടികൾച്ചറിസ്റ്റ് ഈസ് വൺ. ഹോർട്ടികൾച്ചറിസ്റ്റ് എന്ന് പറയുന്നത് ഹൂ ഗ്രോസ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഹൂ ഗ്രോസ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. പെഡസ്ട്രിയൻ. പെഡസ്ട്രിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽനട. കാൽനട യാത്രക്കാരനെയാണ് പെഡസ്ട്രിയൻ എന്ന് പറയുന്നത്. വൺ ഹു വാക്സ് എലോങ് ദ സ്ട്രീറ്റ് ആണ് പെഡസ്ട്രിയൻ. അപ്പോൾ 20 ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു. അടുത്തത് മലയാളം ചോദ്യങ്ങളാണ്. ശരിയായ രൂപം ഏത്? പാഠകം. എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എഴുതുന്നത്? ഓപ്ഷൻ എ ആണ്. പാഠകം. പാഠം എന്നെഴുതത്തില്ലേ? ഇവിടെ കായും കൂടെ ചേർത്താൽ മതി. പാഠകം. ഉ എന്ന പ്രത്യയം ഏത് വിഭക്തിയുടേതാണ്? ഉ. ഉ എന്ന പ്രത്യയം ഏത് വിഭക്തി? ഉദ്ദേശിക. ഉദ്ദേശിക. ചാട്ടം എന്ന പദം ഏത് വിഭാഗത്തിൽ? ചാടുക എന്ന ക്രിയയിൽ നിന്നുണ്ടായ ക്രിയാനാമമാണ് ചാട്ടം. അപ്പൊ ക്രിയാനാമമാണ് എന്ത്? ചാട്ടം. ഈരേഴ് എന്ന പദത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഭേദകം. ഈരേഴ് എന്ന് പറയുമ്പോൾ എന്താണ്?
ഒരു സംഖ്യയാണ് കാണിക്കുന്നത്. അപ്പോൾ സാഖ്യമാണ്. ആഗമസന്ധിക്കുള്ള ഉദാഹരണം ഏത്? ആഗമസന്ധി താഴെ തന്നിരിക്കുന്നതിൽ ആഗമസന്ധി പോ പ്ലസ് ഒന്നു പോകുന്നു. വാ ഇവിടെ ആഗമിച്ചു, അതുകൊണ്ടാണ് ആഗമസന്ധി ആയത്. തെറ്റായ വാക്യം ഏത്? താഴെ തന്നിരിക്കുന്ന തെറ്റായ വാക്യം ആദ്യം ചോദ്യവും പിന്നീട് ഉത്തരം എന്നതാണല്ലോ ക്രമം. അപ്പൊ ആദ്യം ചോദ്യവും എന്ന് വന്നാൽ പിന്നീട് ഉത്തരവും എന്ന് വരണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒരുപോലെ വരണം. ആദ്യം ചോദ്യവും പിന്നീട് ഉത്തരവും എന്നതാണല്ലോ ക്രമം. അതാണ് ശരിയായിട്ട് പറയാനുള്ളത്. അപ്പൊ അതാണ് ഇവിടെ തെറ്റായിട്ടുള്ള വാക്യം. ഇനി ശരിയായ വാക്യം ഏത്? ശരിയായ വാക്യം കാറ്റാടി മരത്തിന്റെ ജന്മദേശം ഓസ്ട്രേലിയയാണ്. കാറ്റാടി മരത്തിന്റെ ജന്മദേശം ഓസ്ട്രേലിയയാണ്. അടുത്തത് ഇംഗ്ലീഷ് തർജിമയാണ്. ഇംഗ്ലീഷിൽ തന്നിരിക്കുന്ന വാക്യങ്ങളുടെ ശരിയായ തർജിമ. He decided to have a go at film making. Have a go at film making എന്ന് പറഞ്ഞാൽ എന്താ? ചലച്ചിത്ര നിർമ്മാണത്തിൽ ഒരു കൈ നോക്കാൻ അയാൾ തീരുമാനിച്ചു. ചലച്ചിത്ര നിർമ്മാണത്തിൽ ഒരു കൈ നോക്കാൻ അയാൾ തീരുമാനിച്ചു. ഓക്കെ, അടുത്ത ചോദ്യം. They gave in after fierce resistance. Gave in എന്ന് പറഞ്ഞാൽ എന്താണ്? കീഴടങ്ങുക എന്നുള്ള മീനിങ് ആണ്. സറണ്ടർ എന്നുള്ള മീനിങ് ആണ്. അപ്പൊ കടുത്ത ചെറുത്തുനിൽപ്പിനു ശേഷം അവർ കീഴടങ്ങി. ഓക്കെ, അവസാനത്തെ ചോദ്യം. When we reach there, they will be sleeping. When we reach there, they will be sleeping. നമ്മൾ അവിടെ എത്തുമ്പോൾ അവർ ഉറങ്ങുകയായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് തിരുവനന്തപുരം ജില്ലയിലെ ചോദിച്ച ചോദ്യം. ഇനി നമുക്ക് അടുത്ത ജില്ല നോക്കാം. അടുത്ത ജില്ല പത്തനംതിട്ട ജില്ലയാണ്. ആദ്യത്തെ ചോദ്യം. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിലാണ്. അഷ്ടാംഗ ഹൃദയം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? അഷ്ടാംഗ ഹൃദയം വാഗ്ഭടനാണ് അഷ്ടാംഗ ഹൃദയം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്. അലിഗർ മുസ്ലിം സർവകലാശാല സ്ഥാപിച്ച വ്യക്തി ആര്? അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി സർ സെയ്ദ് അഹമ്മദ് ഖാൻ. പാട്ടബാക്കി എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? കെ ദാമോദരനാണ് പാട്ടബാക്കി എന്ന നാടകത്തിന്റെ രചയിതാവ്. അമിത മദ്യപാനം മൂലം പ്രവർത്തനക്ഷമമല്ലാതാകുന്ന അവയവമാണ് കരൾ. കരളിനെയാണ് അമിത മദ്യപാനം ബാധിക്കുന്നത്. അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിൻ ഏത്? വിറ്റാമിൻ ഡി ആണ്. അടുത്ത ചോദ്യം. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഈ ചോദ്യം ഡിലീറ്റ് ആണ്, കാരണം 3 ഉത്തരങ്ങളുണ്ട് ഇവിടെ. ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ. കടന്നു പോകാത്തതാണെങ്കിൽ ആന്ധ്രാപ്രദേശ് എഴുതാമായിരുന്നു. ഓക്കെ, അടുത്തത് കേന്ദ്രഭരണ പ്രദേശം. താഴെ തന്നിരിക്കുന്നത് കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? അപ്പൊ കേന്ദ്രഭരണ പ്രദേശം ഡൽഹി കേന്ദ്രഭരണ പ്രദേശമാണ്. ലക്ഷദ്വീപും കേന്ദ്രഭരണ പ്രദേശമാണ്. ഓക്കെ, അടുത്തത് MG സർവകലാശാലയുടെ ചാൻസലർ ആര്? ഡിലീറ്റ് ആണ് ഈ ചോദ്യം. അടുത്ത ചോദ്യം. വെനീസ് ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും നല്ല ചിത്രത്തിനുള്ള ഗോൾഡൻ ലയൺ അവാർഡ് നേടിയ മൺസൂൺ വെഡിങ് എന്ന ചിത്രത്തിന്റെ സംവിധായക ആര്? മൺസൂൺ വെഡിങ് എന്ന ചിത്രത്തിന്റെ സംവിധായക മീര നായർ. നെഹ്റു സാക്ഷരതാ അവാർഡ് നേടിയ ആദ്യ വനിത ആരാണ്? നെഹ്റു സാക്ഷരതാ അവാർഡ് നേടിയ ആദ്യ വനിതയാണ് മദർ തെരേസ. വീർഭൂമി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരുമായിട്ടാണ്? വീർഭൂമി രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലമാണ് വീർഭൂമി. ഗംഗൈകൊണ്ട ചോളൻ എന്ന പേര് സ്വീകരിച്ച രാജാവ് ആര്? രാജേന്ദ്ര ചോളൻ. സിന്ധു നദീതട സംസ്കാരം വ്യാപിച്ചിരിക്കുന്ന ഒരു സ്ഥലം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ലോത്തലാണ്. അടുത്ത ചോദ്യം. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടത് PSC കൊടുത്തത് മാഡം ബ്ലാവിസ്കിയാണ്. മാഡം ബ്ലാവിസ്കി കേണൽ ഓൾക്കോട്ടും ചേർന്നിട്ടാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ മാഡം ബ്ലാവിസ്കി തന്നെയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഭൂമിയുടെ ഏകദേശ ശരാശരി താപനില എത്ര? ഭൂമിയുടെ ഏകദേശ ശരാശരി താപനില 16 ഡിഗ്രി സെൽഷ്യസ് ആണ്. 16 ഡിഗ്രി സെൽഷ്യസ്. ലോകത്ത് രണ്ടാമതായി ആറ്റം ബോംബ് വർഷിക്കപ്പെട്ട സ്ഥലം ഏതാണ്? ലോകത്തിലെ രണ്ടാമതായിട്ട് നാഗസാക്കിയിൽ, ആദ്യമായിട്ട് ഹിരോഷിമയിൽ. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5 ആണ് ലോക പരിസ്ഥിതി ദിനം. മനുഷ്യന്റെ അസ്ഥികൂടത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം
206 അസ്ഥികളാണ് മനുഷ്യന്റെ അസ്ഥികൂടത്തിലുള്ളത്. ഇന്ത്യയിൽ കടൽ മാർഗം വന്ന ആദ്യത്തെ വിദേശികൾ ആര്? കടൽ മാർഗം വന്ന ആദ്യത്തെ വിദേശികൾ ആരാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ. ഹൈന്ദവ ധർമ്മോദ്ധാരകൻ എന്ന പേര് സ്വീകരിച്ച ഭരണാധികാരി ആരാണ്? ഹൈന്ദവ ധർമ്മോദ്ധാരകൻ ആരാണ്? ഛത്രപതി ശിവജി. ഛത്രപതി ശിവജി. ചേരിചേര രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ബെൽഗ്രേഡ്. ബെൽഗ്രേഡിലാണ് ആദ്യത്തെ സമ്മേളനം നടന്നത്. ഏറ്റവും കൂടുതൽ പ്രകാശമാനമായ ഗ്രഹം ശുക്രനാണ്. ശുക്രനാണ് ഏറ്റവും കൂടുതൽ പ്രകാശമാനമായ ഗ്രഹം. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ വനിതയായ ആലിസൺ ഹാർഗ്രീവ്സിന്റെ ജന്മനാട് ഏതാണ്? ചോദ്യം ഡിലീറ്റഡ് ആണ്. പാഴ്സികളുടെ പുണ്യഗ്രന്ഥം. താഴെ തന്നിരിക്കുന്നതിൽ പാഴ്സികളുടെ പുണ്യഗ്രന്ഥം ഏതാണ്? സെന്റ് അവസ്ഥ. സെന്റ് അവസ്ഥയാണ്. മനുഷ്യ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് 40 ലിറ്റർ. 40 ലിറ്റർ ആണ് മനുഷ്യ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ്. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് സമുദ്രഗുപ്തൻ. സമുദ്രഗുപ്തൻ. ജീവജാലങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്ന ഗ്രഹം ഏത്? ജീവജാലങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്നത് ചൊവ്വ ഗ്രഹത്തിലാണ്. ചൊവ്വ. AD 1741 മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തിൽ തോൽപ്പിച്ച വിദേശികൾ ഡച്ചുകാർ. ഡച്ചുകാരെയാണ് മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയത്. AD 750 1000 ഇടയിൽ വടക്കേ ഇന്ത്യയിലെ പാലാ സാമ്രാജ്യം നിലനിന്നിരുന്ന ഇന്നത്തെ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. പാലാ സാമ്രാജ്യം പശ്ചിമ ബംഗാൾ. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ നൗറു ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ്? ശാന്ത സമുദ്രം. ശാന്ത സമുദ്രത്തിലാണ് നൗറു ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ്? ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് എവിടെയാണ് നടന്നത്? ഇന്ത്യയിലാണ് നടന്നത്. ട്രാൻസ്ഫോമറിന്റെ ഉപയോഗം എന്താണ്? ഡിലീറ്റഡ് ആണ്. അതായത് വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനുമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ കൂടിയ വോൾട്ടേജ്, കുറഞ്ഞ വോൾട്ടേജ്, കുറഞ്ഞ വോൾട്ടേജ്, കൂടിയ വോൾട്ടേജ് രണ്ടിനും ട്രാൻസ്ഫോമർ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. സ്റ്റെപ്പ് അപ്പും ഉണ്ട്, സ്റ്റെപ്പ് ഡൗണും ഉണ്ടല്ലോ. അപ്പൊ അത് രണ്ടും ഉത്തരമായിട്ട് വന്നതുകൊണ്ട് ഡിലീറ്റ് ചെയ്തു. അടുത്ത ചോദ്യം, പ്രശസ്ത സംവിധായക ദീപ മേത്ത സംവിധാനം ചെയ്ത ചിത്രം ഏതാണ്? വാട്ടർ എന്ന ചിത്രമാണ്. വാട്ടർ. സഹ്യാദ്രി എന്നറിയപ്പെടുന്ന പർവ്വതനിരകൾ ഏതാണ്? പശ്ചിമഘട്ടം. പശ്ചിമഘട്ടമാണ് സഹ്യാദ്രി എന്നറിയപ്പെടുന്ന പർവ്വത നിരകൾ. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഈ ചോദ്യം ഡിലീറ്റ് ആണ്. എത്രാമത്തെ? 86ാമത്തെ ഭേദഗതി. കേരളത്തിലെ വനഗവേഷണ കേന്ദ്രം റിസർച്ച് ഏതാണ്? റിസർച്ച് പീച്ചി. അങ്ങനെ ഓർക്കാം, പീച്ചിയാണ്. കേന്ദ്രഭരണ പ്രദേശത്തിലെ മുഖ്യ ഭരണാധികാരി ആരാണ്? ലഫ്റ്റനന്റ് ഗവർണർ ആണ്. ലഫ്റ്റനന്റ് ഗവർണർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ തുറമുഖമാണ്. മുംബൈ. ആയുർവേദത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള വേദം ഏത്? ആയുർവേദം അഥർവവേദം. ആയുർവേദം അഥർവവേദമാണ്. ജീവിതപാത എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ചെറുകാട്. ചെറുകാടാണ് ജീവിതപാത എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? അരുവിപ്പുറം. അരുവിപ്പുറത്താണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത്. അശോകൻ ജനിച്ച രാജവംശം ഏത്? അശോകൻ ജനിച്ചത് മൗര്യ രാജവംശത്തിലാണ്. മൗര്യ. കേരള പാണിനി എന്നറിയപ്പെട്ടിരുന്ന സാഹിത്യകാരൻ ആരാണ്? AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്നറിയപ്പെട്ടിരുന്ന സാഹിത്യകാരൻ. മണിനാഥം എന്ന കവിതയുടെ രചയിതാവ് ആര്? മണിനാഥം എന്ന കവിതയുടെ രചയിതാവാണ് ഇടപ്പള്ളി. ഇടപ്പള്ളി. മഹാഭാരതത്തിലെ പർവ്വങ്ങൾ എത്ര? മഹാഭാരതത്തില് 18 പർവ്വങ്ങളാണ് ഉള്ളത്. 18. 100 മീറ്റർ ഓട്ടത്തിന്റെ ചാമ്പ്യൻ മോണ്ട് ഗോമറിയുടെ ജന്മനാട് എവിടെ? മോണ്ട് ഗോമറി അമേരിക്കക്കാരനാണ്. ഓക്കെ. പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് പ്രധാനമന്ത്രിയായ വ്യക്തി. പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ്? PV നരസിംഹറാവു. PV നരസിംഹറാവു. അടുത്ത ചോദ്യം, ത്രിരത്നങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന മതം ഏത്? ത്രിരത്നങ്ങൾ ഏത് മതവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ജൈന മതം. ജൈന മതം. ഉള്ളിൽ കഴിക്കാനുള്ള
പോളിയോ വാക്സിൻ, അതായത് ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ്? ആൽബർട്ട് സാബിൻ ആണ്. ആൽബർട്ട് സാബിൻ. ഓക്കെ, ഇനി അടുത്തത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഡാഷ് 1990. അപ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈം പറയുന്നത് കൊണ്ട് സിൻസ് ആണ്. സിൻസ് 1990. ഡാഷ് ബൈ ഹിസ് ഫ്രണ്ട്സ് ഹി ജോയിൻഡ് ദ മാച്ച്. ഡാഷ് ബൈ ഹിസ് ഫ്രണ്ട്സ് ഹി ജോയിൻഡ് ദ മാച്ച്. Encouraged by his friends he joined the match. If you had telephoned I dashed to your house. അപ്പോൾ had plus v3 വന്നാൽ would have plus v3 വരണം. ഓപ്ഷൻ എ would have come to your house. ഫ്രോഗ്സിന്റെ സൗണ്ട് എന്താ? ഫ്രോഗ്സിന്റെ സൗണ്ട് ക്രോക്ക് ആണ്. ഗ്രേഷ്യസ് മീൻസ്, ഗ്രേഷ്യസ് എന്നതിന്റെ അർത്ഥം കൈൻഡ്, പൊളൈറ്റ് ആൻഡ് ജനറസ്. ഗ്രേഷ്യസ് എന്നതിന്റെ അർത്ഥം എന്താണ്? കൈൻഡ്, പൊളൈറ്റ് ആൻഡ് ജനറസ്. എ പേഴ്സൺ ഹു ഹെൽപ്സ് അതേഴ്സ് എക്സ്പെഷ്യലി ത്രൂ ചാരിറ്റബിൾ വർക്ക്സ് ഓർ ഡൊണേഷൻസ് ഓർ മണി ഈസ് കോൾഡ് philanthropist, മനുഷ്യസ്നേഹി. A person who pays too much respect to social position and wealth or who despises people of a lower social position is called a snob. ഒന്നുകൂടെ പറയാം. A person who pays too much respect to social position and wealth or who despises people of a lower social position is called a snob. The young one of a lion is called, lionന്റെ young one cub ആണ്. cub. The sun dash when I got up. അപ്പൊ ഞാൻ എണീറ്റപ്പോഴത്തേക്കും സൂര്യൻ ഉദിച്ചിരുന്നു. അപ്പം ആദ്യം സൂര്യൻ ഉദിച്ചതല്ലേ, ഹാഡ് റൈസൺ. പാസ്റ്റ് പെർഫെക്റ്റിൽ വേണം പറയാൻ. ഹി ഈസ് സ്റ്റിൽ ഇൽ ബട്ട് ഡാഷ് ബെറ്റർ ദാൻ ഹി വാസ്. എന്താ വരുന്നത്? മച്ച് ബെറ്റർ ദാൻ ഹി വാസ്. സീത യൂഷ്വലി ഡാഷ് ടിൽ മിഡ് നൈറ്റ്. യൂഷ്വലി എന്നും ചെയ്യുന്നൊരു പ്രവൃത്തി സിമ്പിൾ പ്രസന്റ് ടെൻസ്. സീത സിംഗുലർ ആയതുകൊണ്ട് റീഡ്സ് ആണ് ഉത്തരം. ദിസ് കാർ ഡാഷ് ടു മൈ ബ്രദർ. belongs to my brother. His aunt dashed to see us a few days ago. His ego വരുമ്പോഴത്തേക്കും എന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. came ആണ് ഉത്തരം. His aunt came to see us a few days ago. It is difficult to dash a conversation with all this noise around us. Carry on. It is difficult to carry on a conversation with all this noise around us. By this time tomorrow I dash the job. നാളെ ഇതേ സമയമാവുമ്പോൾ ഞാൻ എന്ത് ചെയ്തിരിക്കും? I will have finished ആണ് വരുന്നത്. By this time tomorrow I will have finished the job. Mohan hasn't answered one of the papers satisfactorily. Dash he hopes to pass in the first division. Nevertheless, Mohan hasn't answered one of the papers satisfactorily. Nevertheless, he hopes to pass in the first division. അടുത്തത്, Hari's house is bigger than yours. Poets often draw their dash from nature. Inspiration ആണ് വരുന്നത്. Poets often draw their inspiration from nature. Dash the rain stopped. The play had to be suspended until the rain stopped. The play had to be suspended. Opposite of praise-ന്റെ opposite എന്താണ്? blame. പുകഴ്ത്തുക, ഇകഴ്ത്തുക എന്നുള്ളത് അല്ലെ, കുറ്റപ്പെടുത്തുക എന്നൊക്കെ ഉള്ളതാണ് blame വരുന്നത്. അടുത്തത്, ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. പീഡനം എങ്ങനെയാണ് ശരിയായിട്ട് എഴുതുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. പീഡനം. ഓക്കെ. ശരിയായ വാചകം ഏത്? എല്ലാ 1-ാം തീയതിയും അമ്പലത്തിൽ പ്രത്യേക പൂജയുണ്ട്. അതാണ് PSC കൊടുത്തത്. ഓക്കെ. വേറെ ഗതിയില്ലാതെ എന്ന് മതി. ഇവിടെ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വിൽക്കപ്പെടുന്നു. എന്താണ് പറയേണ്ടത്? വിൽക്കുന്നു എന്ന് മതി. ബസ്സിനുള്ളിൽ പുകവലിക്കുകയും കയ്യോ തലയോ പുറത്തിടുകയോ ചെയ്യരുത്. അവിടെ മിസ്റ്റേക്ക് ആണ്. ബസ്സിനുള്ളിൽ പുകവലിക്കുകയോ കയ്യോ തലയോ പുറത്തിടുകയോ ചെയ്യരുത്. ശരിയായ തർജിമ എഴുതുക. I was one among the rank holders. ഞാൻ റാങ്ക് ജേതാക്കളിൽ ഒരാളായിരുന്നു. I was one among the rank holders എന്ന് വെച്ചാൽ ഞാൻ റാങ്ക് ജേതാക്കളിൽ ഒരാളായിരുന്നു. Money is the root of all evils.
സകല ദോഷത്തിന്റെയും ഉറവിടം ധനമാണ്. സകല ദോഷത്തിന്റെയും ഉറവിടം എന്താണ്? ധനമാണ്. അടുത്തത് സുരേഷ്, ടുഡേ യു മസ്റ്റ് ജോയിൻ വിത്ത് us ഫോർ ലഞ്ച്. ഇതെങ്ങനെ തർജ്ജമ ചെയ്യുന്നേ? സുരേഷ്, ഇന്ന് ഉച്ചയൂണ് ഞങ്ങളോടൊപ്പം നീ കഴിക്കണം. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ എഴുതുന്നത് PC ഗോപാലനാണ്. PC ഗോപാലൻ. മുൻവിനയച്ചത്തിന് ഉദാഹരണം ഏതാണ്? മുൻ വിനയച്ചം, വിന എന്ന് പറഞ്ഞാൽ ക്രിയ. അപ്പൊ മുൻവിനയച്ചം എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് വരണം? പൂർണ്ണക്രിയ വരണം. അപ്പൊ പോയി കണ്ടു, പോയി കണ്ടു. താഴെ പറയുന്ന വാക്കുകൾ ആദേശ സന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ആണ് ചോദിച്ചത്. അല്ലാത്തത് വിണ്ണാറ്, വിണ്ണാറാണ്. വിൺ അധികം ആറ്, വിണ്ണാറാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേവല ക്രിയ ഏതാണ്? സ്വന്തമായിട്ട് ചെയ്യുന്നത് ഏതാ? ഓപ്ഷൻ ഡി, ഭരിക്കുകയാണ്. ഭരിക്കുക. 2002 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2002 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് കമല സുരയ്യക്കാണ്. കമല സുരയ്യ. അപ്പോ ഇത് പത്തനംതിട്ട ജില്ലയിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അടുത്ത ചോദ്യ പേപ്പർ ആലപ്പുഴ ജില്ലയിൽ നടന്ന പരീക്ഷയുടെയാണ്. ആദ്യത്തെ ചോദ്യം, ഗായത്രി മന്ത്രം ഏത് വേദത്തിലാണ്? ഗായത്രി മന്ത്രം ഏത് വേദത്തിലാണ്? ഋഗ്വേദം. ഋഗ്വേദത്തിലാണ് ഗായത്രി മന്ത്രം. പോർച്ചുഗീസ് അധീനതയിൽ നിന്നും ഗോവയെ മോചിപ്പിച്ച വർഷം? പോർച്ചുഗീസ് അധീനതയിൽ നിന്നും ഗോവയെ മോചിപ്പിച്ചത് 1961 അംബേദ്കറുടെ സമാധി സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓക്കെ, അംബേദ്കറുടെ സമാധി സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചൈത്രഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം ഏത്? ബാംഗ്ലൂരാണ് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്തിലാണ്? കർണാടകയിലാണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ഹാർഡിഞ്ച് പ്രഭുവാണ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത ഇന്ത്യൻ വൈസ്രോയി. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി ആര്? റിപ്പൺ പ്രഭുവാണ് ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി ആരാണ്? റിപ്പൺ പ്രഭു. ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത് ഏത് തുറമുഖത്ത് നിന്നാണ്? മർമഗോവയിൽ നിന്നാണ് ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റർ ആയിരുന്ന യൂണിയൻ മന്ത്രി ആര്? ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റർ ആയിരുന്ന യൂണിയൻ മന്ത്രി ആരാണ്? അരുൺ ഷൂരി. അരുൺ ഷൂരി. ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം ഏത് കേന്ദ്രഭരണ പ്രദേശത്ത്? സംസ്ഥാനം എന്ന് പറയാൻ പറ്റത്തില്ല. എവിടെയാണ്? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം. ചിൽക്ക തടാകം. പഹാരി ഭാഷ ഏത് സംസ്ഥാനത്താണ് സംസാരിക്കുന്നത്? ഹിമാചൽ പ്രദേശിലാണ് പഹാരി ഭാഷ സംസാരിക്കുന്നത്. 1773 കൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അഷ്ടപ്രധാൻ ഏത് ഭരണാധികാരിയുടെ മന്ത്രിസഭയായിരുന്നു? അഷ്ടപ്രധാൻ ഛത്രപതി ശിവജി. ഛത്രപതി ശിവജിയുടെ മന്ത്രിസഭയായിരുന്നു അഷ്ടപ്രധാൻ. നളന്ദ സർവകലാശാല സ്ഥാപിച്ച ഭരണാധികാരി ആര്? കുമാരഗുപ്തനാണ് നളന്ദ സർവകലാശാല സ്ഥാപിച്ച ഭരണാധികാരി. കുമാരഗുപ്തൻ. ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത്? ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്നത് വടക്കുംനാഥ ക്ഷേത്രം. വടക്കുംനാഥ ക്ഷേത്രം. ഐക്യരാഷ്ട്രസഭയുടെ സിവിലിയൻ പോലീസ് ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വ്യക്തി ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ സിവിലിയൻ പോലീസ് ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വ്യക്തി ആരാണ്? കിരൺ ബേദിയാണ്. കിരൺ ബേദി. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപക നേതാവ് ആരാണ്? ഹർദയാലാണ് ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപക നേതാവ്. ഔദ്യോഗിക പദവിയിലിരിക്കെ വിദേശത്ത് വെച്ച് ദിവംഗതനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രി. മറാത്ത മാക്യവെല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ആരെയാണ്? മറാത്ത മാക്യവെല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ബാലാജി വിശ്വനാഥിനെയാണ്. മറാത്ത മാക്യവെല്ലി. സ്റ്റീൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയത് എന്തെല്ലാം? സ്റ്റീൽ എന്ന ലോഹസങ്കരത്തിൽ ഇരുമ്പും കാർബണുമാണ്. ഇരുമ്പ്, കാർബൺ. അടുത്ത ചോദ്യം, ജലത്തിന്റെ pH മൂല്യം എത്രയാണ്? 7 ആണ് ജലത്തിന്റെ pH മൂല്യം. മണ്ണിനെ കുറിച്ചുള്ള പഠന ശാഖയാണ് പെഡോളജി. പെഡോളജിയാണ് മണ്ണിനെ കുറിച്ചുള്ള പഠന ശാഖ. സിൽവർ റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് സിൽവർ റെവല്യൂഷൻ. ദേശീയ മാതൃസുരക്ഷാ ദിനം എന്നാണ്? ദേശീയ മാതൃസുരക്ഷാ ദിനം
ഏപ്രിൽ 11. ഏപ്രിൽ 11-നാണ് ദേശീയ മാതൃസുരക്ഷാ ദിനം. ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൻഡൻ സർഫ്. വിൻഡൻ സർഫാണ്. ലോക ഭക്ഷ്യദിനം എന്നാണ് ഒക്ടോബർ 16 ലോക ഭക്ഷ്യ ദിനം എന്നാണ് ഒക്ടോബർ 16. കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്നത് മെമ്മറിയിലാണ്. മെമ്മറി. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ഒരു മൂലകം ഏത്? സോഡിയമാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ഒരു മൂലകം. പ്രാണികളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? എൻഡോമോളജിയാണ് പ്രാണികളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ. താഴെ കൊടുത്തവയിൽ ഏറ്റവും പഴക്കം ചെന്ന ഇന്ത്യൻ സർവകലാശാല ഏതാണ്? ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി ഏതാ? കൽക്കത്ത സർവകലാശാലയാണ്. കൽക്കത്ത സർവകലാശാല. ടണൽ ഓഫ് ടൈം ആരുടെ ആത്മകഥയാണ്? ടണൽ ഓഫ് ടൈം RK ലക്ഷ്മൺ. RK ലക്ഷ്മന്റെ ആത്മകഥയാണ് ടണൽ ഓഫ് ടൈം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെ? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. അടുത്തത് ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. പഞ്ചായത്ത് ഏത് രാജ്യത്തിന്റെ പാർലമെന്റ് ആണ്? പഞ്ചായത്ത് എന്നത് ഏത് രാജ്യത്തിന്റെ പാർലമെന്റ് ആണ്? നേപ്പാളിന്റെ പാർലമെന്റ് ആണ് പഞ്ചായത്ത്. മാൽഗുഡി ഡേയ്സ് ഏത് പ്രശസ്ത സാഹിത്യകാരന്റെ കൃതിയാണ്? RK നാരായണന്റെ കൃതിയാണ് മാൽഗുഡി ഡേയ്സ്. അപ്പൊ ടണൽ ഓഫ് ടൈം ആരുടെ ആത്മകഥയാണ്? RK ലക്ഷ്മൺ. മാൽഗുഡി ഡേയ്സ് ഏത് പ്രശസ്ത സാഹിത്യകാരന്റെ കൃതിയാണ്? RK നാരായണൻ. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഷിയോനാഥ് പുഴ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഷിയോനാഥ് ഛത്തീസ്ഗഡിലാണ്. ഏറ്റവും വലിയ ദേശീയ ഗാനം ഏത് രാജ്യത്തിൻ്റെതാണ്? ഏറ്റവും വലിയ ദേശീയ ഗാനം ഗ്രീസിൻ്റെതാണ്. 2006 ലോകകപ്പ് ഫുട്ബോൾ എവിടെ വെച്ചാണ് നടക്കുന്നത്? അപ്പോൾ അന്ന് കറണ്ട് അഫെയർ ആയിരുന്നു. ഉത്തരം ജർമ്മനിയാണ്. ജർമ്മനി. ഹൃദയസ്മിതം ആരുടെ കൃതിയാണ്? ഹൃദയസ്മിതം ആരുടെ കൃതിയാണ്? ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കൃതിയാണ്. നേരത്തെ ഒരു കൃതി ഉണ്ടായിരുന്നല്ലോ, ഏതാ? മണിനാഥം. ഓക്കെ, ഹൃദയസ്മിതം മണിനാഥൻ രണ്ടും ഓർക്കുക. വാട്ടർ സ്കോട്ട് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് CV രാമൻ പിള്ളയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മരിച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? മരിച്ചീനി തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? വി മാധവൻ നായരാണ്. വാസ്കോഡഗാമ കോഴിക്കോട് വന്നിറങ്ങിയ കപ്പലിന്റെ പേരെന്താ? സെന്റ് ഗബ്രിയേൽ എന്നതാണ് വാസ്കോഡഗാമ കോഴിക്കോട് വന്നിറങ്ങിയ കപ്പലിന്റെ പേര്. സെന്റ് ഗബ്രിയേൽ. കുന്നല കോനാതിരി എന്നറിയപ്പെട്ടിരുന്ന കേരളീയ രാജാവ് ആര്? കേരളീയ രാജാവ് സാമൂതിരിയാണ്. കേരളത്തിൽ സർക്കസ് കലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കീലേരി കുഞ്ഞിക്കണ്ണനാണ് കേരളത്തിൽ സർക്കസ് കലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ചവിട്ട് നാടകം ഏത് വിഭാഗം ജനങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കലാരൂപമാണ്? ക്രിസ്ത്യാനികൾക്കിടയിലാണ്. ക്രിസ്ത്യാനി. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ ഡോക്ടർ MS സ്വാമിനാഥന്റെ ജന്മസ്ഥലം എവിടെ? MS സ്വാമിനാഥന്റെ ജന്മസ്ഥലം മങ്കൊമ്പാണ്. ഡോക്ടർ MS സ്വാമിനാഥന്റെ ജന്മസ്ഥലം. വിലാസിനി എന്നത് ആരുടെ തൂലികാനാമമാണ്? വിലാസിനി എന്നത് MK മേനോന്റെ തൂലികാനാമമാണ്. MK മേനോൻ. അടുത്തത് ദിസ് ഈസ് ദ മാറ്റർ ഡാഷ് ഐ ആം പ്രൗഡ്. This is the matter of which I am proud. I found your diary after you dash the house. ഏതാ? had left. Sydney Cartoon proposed to Lucio, but she dashed the offer of marriage. Turned down ആണ്. Sydney Cartoon proposed to Lucio, but she turned down the offer of marriage. He is married to my sister. The moon as well as the stars. as well as ആവുമ്പോഴത്തേക്കും ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് എഴുതാൻ. അപ്പോൾ മൂൺ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് gives light at night. If he had applied for the post, had plus V3 വന്നാൽ would have plus V3, he would have got it.
ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് അക്വിറ്റഡ്. അക്വിറ്റഡിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അക്വിറ്റഡിന്റെ ഓപ്പോസിറ്റ് കൺവിക്റ്റഡ്. കൺവിക്റ്റഡ്. ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് സിന്തറ്റിക്. സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആണ്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? നാച്ചുറൽ. നാച്ചുറൽ ആണ്. Two men and a woman were killed in a dash between a car and a jeep. ഏതാ? കൂട്ടിയിടി അല്ലെ? കൊളിഷൻ. കൊളിഷൻ ആണ് ഉത്തരം. കൊളിഷൻ. Choose the apt word showing the meaning of the underlined word in the sentence. Ernakulam is very populous city in Kerala. Ernakulam is a very populous city in Kerala. Thickly inhabited. Populous എന്നുള്ളതിന്റെ മീനിങ് എന്താ? Thickly inhabited. The book you are looking dash is here. Looking for. The book you are looking for is here. Her spectacles would not rest on the dash of her nose. Her spectacles would not rest on the dash of her nose. Bridge ആണ്. ബ്രിഡ്ജ്. പാലം. മൂക്കിന്റെ പാലം എന്നുള്ളതാണ്. The government aims dash rehabilitating the affected victims in the calamity. At. അപ്പൊ എയിംസിന്റെ കൂടെ ഏതാ പ്രിപ്പോസിഷൻ? അറ്റ് ആണ് ചേർക്കേണ്ടത്. The government aims at rehabilitating the affected victims in the calamity. Boswell's Life of Johnson is considered to be the greatest dash ever written. അപ്പോൾ ബോസ്വെൽസ് ലൈഫ് ഓഫ് ജോൺസൺ എന്ന് പറയുന്നത് എന്താണ് എന്ന് അറിഞ്ഞിരുന്നാലേ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ബയോഗ്രഫിയാണ്, ജീവചരിത്രം. I saw him in Madras 2 months ago. സോ അല്ലേ വരുന്നത്, അപ്പോൾ V2 ആണ്. അപ്പോൾ എഗോ ആണ് ഇവിടെ ചേർക്കേണ്ടത്. Hardly had he reached the station. Hardly had he reached the station when ആണ് ഹാഡ്ലിയുടെ കൂടെ യൂസ് ചെയ്യേണ്ടത്. Hardly had he reached the station when the train arrived. The meaning of facsimile. Facsimile എന്ന് വെച്ചാൽ എന്താ? എക്സാക്ട് കോപ്പി ആണ്. ഫാക്സ് ആണ്. ഫാക്സിന്റെ ഫുൾ ഫോം ആണ് ഫാസിമൈൽ എന്ന് പറയുന്നത്. എക്സാക്ട് കോപ്പി എന്നാണ് അർത്ഥം. ജുഡീഷ്യസ് മീൻസ്. ജുഡീഷ്യസ് എന്ന് വെച്ചാൽ എന്താണ്? വൈസ്. വൈസ് ആണ്. The murder of an important person for political reasons. എന്താ പറയാ? അസാസിനേഷൻ. അസാസിനേഷൻ. രാജീവ് ഗാന്ധി അസാസിനേഷൻ, ഇന്ദിരാഗാന്ധി അസാസിനേഷൻ. ഓക്കെ. ഫൈൻഡ് ഔട്ട് ദ റോങ്ലി സ്പെൽഡ് വേർഡ്. താഴെ തന്നിരിക്കുന്ന റോങ്ലി സ്പെൽഡ് വേർഡ് ഏതാണ്? പ്രിവിലേജ് ആണ്. പ്രിവിലേജ്. പ്രിവിലേജ് ആണ് തെറ്റായിട്ടുള്ളത്. അത് ബുൾഡോസർ, ബ്രോഷർ സെപ്പറേറ്റ് എല്ലാം ശരിയാണ്. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. അതിഥി എന്നെങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എഴുതുന്നത്? ഓപ്ഷൻ സി. ആ തിഥി. തിഥി നോക്കാതെ വരുന്നയാൾ അതിഥി. ഓക്കെ. 2001 വയലാർ പുരസ്കാരം ലഭിച്ചത്. വയലാർ അവാർഡ് നിങ്ങൾ എന്തായാലും നോക്കിയിരിക്കണം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് വയലാർ പുരസ്കാരം. 2001 വയലാർ പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭനാണ്. ടി പത്മനാഭൻ. ആശാ മേനോൻ എന്ന തൂലികാനാമത്തിന് ഉടമ കെ ശ്രീകുമാർ. കെ ശ്രീകുമാർ ആണ് ആശാ മേനോൻ എന്ന തൂലികാനാമത്തിന് ഉടമ. ശരിയായ വാചകം ഏത്? അപ്പോൾ ഇത് റെപ്പറ്റീഷൻ ആണ് ഈ ചോദ്യം. ശരിയായ വാചകം: ബസ്സിൽ പുകവലിക്കുകയും കൈയും തലയും പുറത്തിടുകയും ചെയ്യരുത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആഗമസന്ധി അല്ലാത്തത് പൂത്തട്ടം ആണ്. പൂത്തട്ടം. അടുത്തത് താഴെ പറയുന്നവയിൽ സകർമ്മക ക്രിയ അല്ലാത്തത് ഏത്? സകർമ്മക ക്രിയ അല്ലാത്തത് കുളിക്കുക എന്നുള്ളതാണ്. കുളിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ കൃത്തിന് ഉദാഹരണം. കൃത്ത് എന്ന് വെച്ചാൽ എന്താണ്? ക്രിയയിൽ നിന്നുണ്ടാകുന്നതാണ് കൃത്ത് എന്ന് പറയുന്നത്. ദർശനം. ദർശിക്കുക എന്ന ക്രിയയിൽ നിന്നുണ്ടായതാണ് ദർശനം എന്ന കൃത്ത്. ശരിയായ തർജ്ജിമ എഴുതുക. വേൾഡ് ഈസ് അണ്ടർ ദ ഫിയർ ഓഫ് ന്യൂക്ലിയർ വെപ്പൺ. വേൾഡ് ഈസ് അണ്ടർ ദ ഫിയർ ഓഫ് ന്യൂക്ലിയർ വെപ്പൺ. ലോകം ആണവായുധത്തിന്റെ ഭീതിയിലാണ്. ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ്. കുരയ്ക്കുന്ന പട്ടി കടിക്കാറില്ല. കുരയ്ക്കുന്ന പട്ടി കടിക്കാറില്ല. അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തെ ചോദ്യമാണ്. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. ഡോക്ടറെ കാണുന്നതാണ് കൂടുതൽ അഭികാമ്യം. ഡോക്ടറെ കാണുന്നതാണ് കൂടുതൽ അഭികാമ്യം. അപ്പൊ 3 ജില്ലകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് PSC ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാളം, ഇംഗ്ലീഷ്. GK നിന്നും കുറേ ചോദ്യങ്ങൾ. GK ഇപ്പോൾ ന്യൂ പാറ്റേൺ ആണെങ്കിൽ കൂടി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയിട്ടില്ല. LDC പരീക്ഷയ്ക്കൊന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് PSC ഒഴിവാക്കിയിട്ടേ ഇല്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ബാക്കി ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ചെയ്തു തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക്